നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനും വരാം. അതിനു മുമ്പ് എന്താ മാളുവിന് കഴിക്കാൻ കൊടുത്തെന്ന് ഗംഗയോട് ചോദിക്കണം. ശരി, വേഗം വാ, ഉടനെ പോണം. നിന്റെ ബോംബ് പൊട്ടിമോളെ. ഇനി നമുക്ക് കളി തുടങ്ങാം. ഇതിന്റെ പേരിൽ ആ ഗംഗ എവിടുന്ന് പുറത്താക്കണം. ഇപ്പൊ പറ്റിയ അവസര. മഹി ഇവിടെ ഇല്ല. ഈ സമയത്ത് അവളെ ഇറക്കി വിട്ടാ ആരും നമ്മളോട് ചോദിക്കില്ല. അതെ, മഹിയേട്ടൻ വരും മുമ്പ് അവളെ ഇവിടുന്ന് ഇറക്കി വിടാം. വേഗം വേണം. ഹോസ്പിറ്റലിലേക്ക് വിശ്വേട്ടന്റെ ഒപ്പം നീയും പോണം. എന്നാലേ മാളുവിനെ നിനക്ക് കയ്യിലെടുക്കാനും മഹിയുടെ മനസ്സിൽ കയറാനും സാധിക്കും. ചെല്ലേ. എന്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. ഞാൻ ഈ ഭൂമിയിൽ ആത്മാവായിട്ട് അലയുന്നത് എന്റെ മാളുവിനൊരു ആപത്തും വരാതിരിക്കാനും അവളെ സംരക്ഷിക്കാനുമാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച അതിന് കാരണക്കാരായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഗംഗേ, എന്താ മുത്തശ്ശി? ഒന്നുമില്ല. നീ ഇവിടെ ഉണ്ടോന്ന് നോക്കിയതാ ഞാൻ. മുത്തശ്ശിക്ക് എന്താ ഗംഗയെ ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോകുന്ന പേടിയുണ്ടോ? ഒരു 10 മിനിറ്റ് പോലും അവളെ കൺവട്ടത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് അവൾക്ക് ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോ ഇത്തിരി നേരം കാണാതിരുന്ന അറിയാതെ നമ്മൾ അന്വേഷിച്ചു പോകും. അതാ. എന്താ ചേച്ചി? നീ എന്താണ് എന്റെ കൊച്ചിന് കൊടുത്തത്? എന്ത് കൊടുത്തെന്നോ? എന്റെ മാളുന് നീ എന്താ കൊടുത്തേന്ന്? മാളുനോ? അതെ, മാളുന്. മാളുവിന് എന്ത് പറ്റി? ഫുഡ് പോയ്സൺ ആയി മാളു ICUയിൽ അഡ്മിറ്റാ. അയ്യോ മാളു. നീ മിണ്ടരുത്. സത്യം പറയടി, നീ എന്ത് വിഷം എന്റെ കൊച്ചിന് കലക്കി കൊടുത്തത്? ഞാനൊന്നും കൊടുത്തില്ല ശ്രേച്ചി. അതിന് ഇന്ന് രാവിലെ മാളു ഒന്നും കഴിച്ചില്ലല്ലോ. ഇവള് മാളുന് പാല് തിളപ്പിക്കുന്ന ഞാൻ കണ്ടല്ലോ. അതിലെന്തെങ്കിലും കലക്കിയാണോ നീ കൊച്ചിന് കൊടുത്തു വിട്ടത്? അയ്യോ, ഞാനൊന്നും ചേർത്തിട്ടില്ല. മാളുന് എന്താ പറ്റിയെന്ന് പറ ശ്രേച്ചി. മാളു ഏത് ഹോസ്പിറ്റലിലാ? എനിക്കിപ്പോ മാളുവിനെ കാണണം. നീ ഒരു മാളുവിനെ കാണുന്നില്ല. ചെയ്തു വെച്ച ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. നോക്കിക്കോ നീ. ശ്രേയ, നീ എന്തൊക്കെയായി പറയുന്നത്? ഗംഗ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ എന്തിനാന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയി മാളുവിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും നിനക്ക് ജീവൻ വേണമെങ്കിൽ കൂടും കൊടുക്കെടുത്ത് സ്ഥലം വിട്ടോണം. അല്ലെങ്കിലേ മഹിയേട്ടനായിരിക്കും നിന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുന്നത്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല ശ്രേച്ചി. എനിക്ക് മാളുവിനെ കാണണം. മാളുവിന് എന്താ പറ്റിയത്? മിണ്ടരുത് നീ. നിന്റെ മുതലക്കണ്ണീരൊന്നും ഇവിടെ വേണ്ട. ഈ അഭിനയൊക്കെ നീ വേറെ ആരുടെങ്കിലും മുന്നിൽ കാണിച്ചാ മതി. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോണം. എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ താമസിക്കാൻ നീ കരുതണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.